ബാംഗ്ലൂർ ഡേയ്സിൽ ആരൊക്കെ പാസ് പാസിലുണ്ട്. അത് കണ്ണുകൊണ്ട് ആക്ട് ചെയ്ത ആളാണ്. പോയല്ലോ അടിയുണ്ടാക്കരുത്. ചേട്ടാ ഞങ്ങളെ കോബ്രോസ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് വരുവാണേ. ഞങ്ങളൊരു പബ്ലിക് ചലഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ചലഞ്ച് സിമ്പിളാണ്. ഞങ്ങളൊരു 3 മലയാള സിനിമ നടന്മാരുടെ ഫോട്ടോ കാണിക്കും. അപ്പോൾ ചെയ്യേണ്ടത് ജസ്റ്റ് ആക്ട് ചെയ്തിട്ട് ചേച്ചി കൊണ്ട് പറയിപ്പിക്കാം. ലിപ്പ് എനിക്കരുത്, ജസ്റ്റ് ആക്ട് ചെയ്തിട്ട് പറയുക. ഓക്കെ. എൻ്റെ പേരെങ്ങനെയായിരുന്നു? രഞ്ജിത്ത്. ചേച്ചിയുടെ പേര്? അനീഷ. മോളുടെ പേര്? കൃതിക. ഇവിടെ സ്ഥലം വരുന്ന ചേച്ചി? അടിമാലി. എന്ന് കാണിക്കട്ടെ. ആ ലിപ്പ് എനിക്ക് ചേട്ടൻ എങ്ങനെ വെള്ളം കാണിച്ച് പറയാം. അടുത്തുള്ളാണോ? രണ്ടു വാക്ക്. ലവ് 24 വല്ലാണോ? ലവിൻ്റെ തന്നെ വേറെ വല്ലതും ആയിരിക്കും. മലയാളത്തിൽ നോക്കിയാൽ മതി. ലവ് ആക്ഷൻ ഡ്രാമ അല്ല. നിവിൻ പോളി. ഓക്കെ, കറക്റ്റ്. ഓക്കെ, അടുത്തത് മമ്മൂട്ടി. ദുൽഖർ സൽമാൻ. ഓക്കെ, 2 ശരിയാക്കിയിട്ടുണ്ട്. അയ്യോ, വേറെ വീടോ? ബോഡി ടോവിനാണോ? ഉണ്ണിമൂന്നൻ. ഹീറോ അല്ല, പിന്നെ വില്ലൻ. മീഡിയം ലെവൽ കോമഡിയൊക്കെ. സംഭവം മനസ്സിലായി, പക്ഷെ പുള്ളിയുടെ പേര് വാങ്ങിക്കുന്നു. ഓക്കെ, അപ്പോൾ ചേട്ടാ നമ്മൾ 3 ചോദിച്ചതിൽ ചേട്ടാ 2 പറഞ്ഞിരിക്കുന്നത്. അപ്പം പ്രൈസ് അടി 200 രൂപയാണ്. ഓക്കെ ചേട്ടാ, ഒന്ന് ഗൂഗിൾ പേ ചെയ്യാം. അവിടെ ഇല്ല, അവിടെ എനിക്ക് ഇറങ്ങിയ ഞങ്ങൾ കോബ്രോസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നിന്നാണ്. ചെറിയൊരു പബ്ലിക് ചലഞ്ചുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. പേരെങ്ങനെയായിരുന്നു ബ്രോടെ? അശ്വിൻ. അനക. ഓക്കെ, നിങ്ങൾ സിനിമയൊക്കെ കാണാറുള്ളതാണോ? മലയാളമാണോ തമിഴാണോ ഏറ്റവും കൂടുതൽ കാണാറുള്ളത്? മലയാളം. ലേറ്റസ്റ്റ് കണ്ട മൂവി ഏതായിരുന്നു? വാഴാറ്റി. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മളിപ്പം 3 നടന്മാരുടെ ഫോട്ടോ കാണിക്കും. അപ്പോൾ അതിനകത്ത് ഒരാൾ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കണം. നമ്മൾ പേര് പറയാൻ പറ്റത്തില്ല, പറയാതെ ആക്ടർ ആരാന്ന് ഇമിറ്റേറ്റ് ചെയ്ത് മറ്റേ ആളെ കൊണ്ട് പറയിപ്പിക്കണം. ഇത്രേ ഉള്ളൂ. അങ്ങനെ ഒരു ആൻസർ കറക്റ്റ് ആക്കുവാണെന്നുണ്ടെങ്കിൽ 100 രൂപ വെച്ച് 3 കറക്റ്റ് ആക്കുവാണെങ്കിൽ 300 രൂപ കിട്ടും. ഇത്രേ ഉള്ളൂ. തുടങ്ങാം. ചേച്ചി ഞാൻ പണ്ടേ പറയണ്ടേ. മുടി ചാന്തോട്ട് ദിലീപ്. ഓക്കെ, രണ്ടാമത്തെ
പരിച പഴശ്ശിരാജ ഉറുമി സിനിമാ പേരാണോ നടൻ കൈ വിഗ് വട്ടോ രണ്ടാമത്തെ ആൻസർ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. സിനിമാ പേരാണ് അല്ലല്ല ട്രൈ ചെയ്തോ സിനിമാ പേരും എല്ലാം പറഞ്ഞോ അല്ലെന്നുണ്ടായിരുന്നു. ടീച്ചർ ഇവിടെ ഉള്ളത് ആലപ്പുഴയിലുള്ളതാണ്. ഫാത് ഫാസിൽ രഞ്ജി പണിക്ക് ആലപ്പുഴ ഉള്ള നടൻ. ഷട്ട നീല ബ്ലൂ സിനിമയുടെ കാണാം അത് സിനിമ അടിയ സിനിമയുടെ സിനിമാ പേര് വെച്ചാണല്ലോ നമുക്ക് അങ്ങനെ വെള്ളം പറയാം. അല്ല മുടി പുതിയ നടനാണോ പഴയ നടനാണോ? പഴയത് നീട്ടുള്ള പേരാണോ? ആസിഫ് അലി. ആ ഒരു ഏജിൽ വരുന്നതാണോ? കഷണ്ടി ഇല്ല, കഷണ്ടി ഉണ്ട്. പേരും അറിയത്തില്ല. ലവ് നിവിൻ പോളിയാണോ? കഷണ്ടി ഉള്ള വേറെ ആരാണ്? കഷണ്ടി ഉണ്ടോ? കുറച്ച് ലവ് പ്രേമ സിനിമയിലുള്ളതാണോ? എന്താണ് പൂജാരിയ പ്രേം പൂജാരി കുഞ്ചാക്കോവൻ. ക്വസ്റ്റ്യനാണ് നമ്മൾ ചോദിച്ചിരുന്നത്. 3 ആക്ടറുടെ പേരും കറക്റ്റായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം 300 രൂപ ഇവർ ഏൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചു. ബ്രോ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, രണ്ടുപേരും വീടൊക്കെ എവിടെ ആയിരുന്നു? ഇവിടെ ആലപ്പുഴ തന്നെയാണ്. ഓക്കെ, ഗൂഗിൾ പേ നമ്പർ ഒന്ന് പറയാമോ? കോബ്രോസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നിന്ന് വരുവാണ്. ഞങ്ങൾ മെയിനായിട്ട് പബ്ലിക് ചലഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യും. ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു 3 ആക്ടേഴ്സിൻ്റെ ഫോട്ടോ കാണിക്കും. ഒരാൾ ലിപ്പ് അനക്കാതെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ച് മറ്റാളെ കൊണ്ടത് പറയിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ചലഞ്ച് വരുന്നത്. അപ്പം അങ്ങനെ പേരെങ്ങനെയായിരുന്നു നിങ്ങൾ പേര്? എൻ്റെ പേര് ആൻഡ്. ഇവിടെ സ്ഥലം ഇവിടെ വരുന്നത് ഞാൻ പത്തനാപുരം വർക്ക് ചെയ്യുവാണോ അതോ? ഞാൻ വർക്ക് ചെയ്യുവാണ്. അപ്പം ആരാണ് ആക്ട് ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് നമ്മൾ പറയരുത് കേട്ടോ. ഈ ആളെയാണ്. ഓക്കെ, കൈ കൊണ്ട് എങ്ങനെയാണ് മമ്മൂട്ടി, മോൻ ദുൽഖർ. ഓക്കെ, കറക്റ്റാണ്. ഈ ടഫാണ്. കണ്ണൻ അറിയില്ലല്ലോ. വീട് ആരുടെ? നിന്റെ വീട്? പിന്നെ
മറ്റേ വീട് വീട് പഠിത്തം അടുത്ത് ബാംഗ്ലൂർ ബാംഗ്ലൂർ ഡേയ്സ് ബാംഗ്ലൂർ ഡേയ്സിൽ ആര് പാത്തില്ല ബാംഗ്ലൂർ ഡേയ്സിൽ ആരൊക്കെ പാത്തില്ല അത് കണ്ണുകൊണ്ട് ആക്ട് ചെയ്ത ആളാണ് അടിയുണ്ടാക്കരുത് അടുത്ത കുട്ടപ്പ് കൊടുക്കാം ബൈക്കിന്റെ മറ്റേ വലിയ ബൈക്ക് ലോങ് റൂട്ട് ബുള്ളറ്റ് ബൈക്കിന്റെ വേറെ കാറ് കുഞ്ഞി കുഞ്ഞിക്കുന് കുഞ്ഞി പെങ്ങൾ സിസ്റ്റർ കുഞ്ഞി സിസ്റ്റർ വേറെ എന്താ പെങ്ങൾ പെങ്ങളൂട്ടി പെങ്ങൾ നിനക്കെന്താണ് അനിയത്തി പ്രാവ് അനിയത്തി പ്രാവിലെ കുഞ്ചാക്ക പോകും നമ്മൾ 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ദുൽഖർ ചോദിച്ചു, കറക്റ്റാക്കിയിട്ടുണ്ട്. രണ്ടാമത് ഫഹദ് ഫാസിൽ ചോദിച്ചു, അത് കറക്റ്റാക്കിയിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ കുഞ്ചക്കോനെ ചോദിച്ചു, മൂന്നാമത് അത് കറക്റ്റാക്കിയിട്ടുണ്ട്. അതെ അതെ, അപ്പൊ കണ്ടുപിടിച്ചല്ലേ എനിക്കൊന്നും ഇല്ലേ. നമ്മൾ പേയ്മെന്റ് ഗൂഗിൾ പേ ചെയ്താൽ മതിയോ? ആൻസറിന്റെ നമ്മൾ പേയ്മെന്റ് ഇട്ടിട്ടുണ്ട്. താങ്ക് യു.